Hi friends, എല്ലാവർക്കും ടെക്നിക്കലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ്. പോക്കോ F1ന്റെ അൺബോക്സിംഗ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പോക്കോ F1 ഇറങ്ങിയിട്ട് ഇന്ന് 2 വർഷമായിരിക്കുകയാണ്. 2018 ഓഗസ്റ്റ് 22-നാണ് പോക്കോ F1ന്റെ ലോഞ്ച് നടന്നത്. അപ്പോൾ 2 വർഷത്തിന് ശേഷമുള്ള അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, അല്ലാതെ റിവ്യൂ അല്ല. റിവ്യൂ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലായിട്ട് പോകാം. അതിൻ്റെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആയിട്ട് നിങ്ങൾക്ക് ബോക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും സ്നാപ്ഡ്രാഗൺ 845 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സിൽ. അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ AI ഡുവൽ ക്യാമറ, ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസും 4 mAh ഒരു ബാറ്ററി ഉണ്ട് അവർ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. സോ അതേപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. 8GB RAM പ്ലസ് 256GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ബ്ലാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം നേരെ അൺബോക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്കും മഞ്ഞയും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ പാക്കിംഗ് സ്റ്റൈൽ വരുന്നത്. അകത്ത് നമുക്ക് ആദ്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ ഗൈഡും അതേപോലെ തന്നെ ഒരു വാറൻറ്റി കാർഡുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ് കേസ് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് കേസ് അവൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയ കട്ടിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ചെറിയൊരു കേസ് പോലെ ഒരു സോഫ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു C ടൈപ്പിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കാണാൻ പറ്റും. അത് 80 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജ് 3.0 ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സി പോർട്ടിൻ്റെ ഒരു കേബിൾ നമുക്ക് കാണാൻ പറ്റും. അത്രയാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. അതേപോലെ തന്നെ സിം എഡിറ്റർ ടൂളും വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ബോക്സിൽ വരുന്നത്. അടുത്ത് നമുക്ക് എൻ്റെ മൊബൈലിൽ നമുക്ക് പോവാം. ആദ്യം നമുക്ക് മൊബൈലിൽ റീബൂട്ട് ചെയ്യാം. സോ റീബൂട്ട് ചെയ്യുമ്പം നമ്മൾ കുറച്ച് നേരം എടുക്കും. ആദ്യത്തെ പ്രാവശ്യം കൊണ്ട് കുറച്ച് സമയം എടുത്താണ് റീബൂട്ട് ആവുന്നത്. അതിനുശേഷം ഇതിൽ 2018 ഇറങ്ങിയ വേരിയൻ്റാണ്. അപ്പോൾ 2018 MIUIയും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 8 ആണ് ഇതിലുള്ളത്. എല്ലാവരും പറയുന്നത് ആൻഡ്രോയിഡ് 9 ഉണ്ടെന്നാണ്. ആൻഡ്രോയിഡ് 8 ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കൂടെ. സോ അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. നമുക്ക് അറിയാമല്ലോ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സോ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MIUIയിൽ നമ്മൾ അതിന് ആദ്യം 9ലാണ് കിടക്കുന്നത്. അതിന് നമ്മൾ 10 അപ്പോൾ 1.6 GB ഉണ്ട്. 10 നിന്ന് 11 1.9 GB ഉണ്ട്. സോ ഇത്ര ആക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 10 അതേപോലെ തന്നെ MIUI 11 കിട്ടുന്നുണ്ട്. സോ ഇത്ര ആയെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ കണ്ടീഷനാണ്, വർക്ക് ചെയ്യാൻ ഫുള്ളി കണ്ടീഷനാണ്. അതുപോലെ തന്നെ അതിൽ ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. എനിക്ക് ആദ്യം കയറിയപ്പോൾ തന്നെ കുറച്ച് അനോയിങ് കുറേ ആപ്സ് കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ആപ്സ് അതിലുണ്ട്. അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതാണ്. എനിക്ക് തോന്നിയ കാര്യമാണ് നിങ്ങൾക്ക് പറയുന്ന ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഡിസ്പ്ലേ 6.18 ഒരു AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോഴത്തെ മൊബൈലായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതിൻ്റെ ബാക്ക് ബോഡി ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിലാണ്, അല്ലാതെ വേറെ മെറ്റലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ഗ്ലാസ്സോ ഒന്നുമല്ല, പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് താഴെ വീണ പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അടുത്ത് നമുക്ക് അതിൻ്റെ ഫിസിക്കലായിട്ട് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ പവർ ബട്ടൺ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സിം സ്ലോട്ട് ഉണ്ട്. സിം സ്ലോട്ടിൽ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് 2 നാനോ സിം ഉപയോഗിക്കാം, ഒരു നാനോ സിം അതേപോലെ തന്നെ ഒരു SD കാർഡ് ഉപയോഗിക്കുന്നതാണ്. സോ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് 3 വേരിയൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 4GB RAM പ്ലസ് 64 128 256, അതേപോലെ തന്നെ 6GB RAM പ്ലസ് 64 128 256ഉം 8GB RAM പ്ലസ് 64 129 256. സോ ഇതിൻ്റെ ഇപ്പം അത് കുറച്ച് പ്രൈസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. ആമസോണിൽ ഒന്ന് കൊടുത്തിരിക്കും, പിറ്റേ ദിവസം ആകുമ്പോൾ വേറെ കൊടുത്തിരിക്കും. സോ പ്രൈസ് കുറച്ച് ഡിഫറൻസ് ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു 23,000-ൻ്റെ അകത്തേ വരുള്ളൂ. അതിന് പുറത്തോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അവർ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ട് നമ്മൾ ചിരിച്ചു പോകും. 17,000 രൂപ 15,000 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോരുത്തർ ഓരോ ഡിഫറെൻറ്റ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിനെ പറ്റി സംസാരിക്കാം. ഞാൻ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കതിൽ C പോർട്ടിൻ്റെ കണക്ട് ചെയ്യാനുള്ളത് നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. അവിടെയാണ് പോർട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് 2 സ്പീക്കേഴ്സ് നമുക്കുണ്ട്. 2 സ്പീക്കറുണ്ട് ഇതിൽ, 2 സ്പീക്കേഴ്സ് ഉണ്ട്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റും. നമ്മുടെ സാധാ ഹെഡ്ഫോൺ ജാക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തൊരു മൈക്രോഫോണും കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ ഓവർവ്യൂ. അടുത്ത് നമുക്ക് അകത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം പ്രൊസസ്സറിനെ പറ്റി സംസാരിക്കാം. പ്രൊസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൻ്റെ 845 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ കിടില മൊബൈൽസ് ഓക്കെ നമ്മുടെ നോഡ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 845 എന്ന് പറയുന്ന
കിടിലം സ്നാപ്ഡ്രാഗനാണ് ഫ്ലാഗ്ഷിപ്പ്. സോ അതുകൊണ്ട് ഒരു ലാഗോ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് കാര്യമാണ് ഉപയോഗിച്ചത്, ബട്ട് എനിക്ക് ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ് ടു 2.8 GHz ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നല്ല ഗെയിം കളിക്കുന്നത്, പബ്ജിയൊക്കെ കിടിലായിട്ട് കളിക്കുന്നവർക്കാണെങ്കിൽ കണ്ടിന്യൂസ് ഒരു 10-20 മണിക്കൂറൊക്കെ കളിക്കുന്നവർക്കെല്ലാം കിടിലായിട്ട് കളിക്കാൻ പറ്റിയ ഒരു കിടില മൊബൈലാണ്. അതേപോലെ തന്നെ ആസ്വാൾട്ട് അങ്ങനത്തെ കുറേ ഗെയിം ഉണ്ടല്ലോ, അതൊക്കെ കളിക്കുക. അതേപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക്, മൊബൈൽ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കെല്ലാം പറ്റിയ ഒരു കിടില മൊബൈലാണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പറ്റി സംസാരിക്കണമെങ്കിൽ 4000 mAh ഒരു ബാറ്ററിയാണ്. തരക്കേടില്ലാത്തൊരു ബാറ്ററി എന്ന് പറയും. ഇപ്പോൾ എല്ലായിടത്തിലും 4500 1600 വരുന്നത്, എന്നാലും 4000 ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ചാർജിങ്ങിനെ പറ്റി പറയുന്നത് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് 3.0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് 18 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ ചാർജ് കയറും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും അത്രയ്ക്ക് സ്പീഡൊന്നുമില്ല, എന്നാലും നല്ല സ്പീഡ് തന്നെയുണ്ട്. ചാർജൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്. കുറച്ച് നേരമാണ് ഞാൻ ഉപയോഗിച്ചത്, എന്നാലും എനിക്കതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ചാർജൊക്കെ നല്ല നിൽക്കുന്നുണ്ട്. അടുത്ത് ഇതിൻ്റെ MIUI ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് എന്താ പറയുക, ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്കത് പിന്നീട് നമുക്ക് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അതെനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ, ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് MIUI തന്നെ അതിൻ്റെ അകത്ത് അവർ കുറച്ച് പ്രൊവൈഡേഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോഞ്ചർ, അതേപോലെ തന്നെ തീംസ്, നമുക്ക് അനേകം തീംസ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. വാൾപേപ്പേഴ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ ലൈവ് വാൾപേപ്പേഴ്സ് ആയാലും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ അനേകം നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോഴപ്പോഴും നമുക്ക് വെളിയിൽ നിന്ന് ചെന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും വരണ്ട, ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ട്. സോ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണമെന്ന് അങ്ങനെ പറയുന്നത്. യൂസ് ചെയ്യണവർക്ക് അത് അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണമെന്നാണ് അത് പറയുന്നത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറ പറ്റി നോക്കാം. സോ ക്യാമറയിൽ ഞാൻ ഇതിൽ ഒരു ഫോട്ടോസ് വീഡിയോസ് ഒന്നും ആഡ് ചെയ്യില്ല, കാരണം ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേക ഒരു വീഡിയോ അടുത്ത് ഇടുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പെക്സ് മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. ഒരു 20 MB ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഒരു നോച്ച് കൂടി, ഒരു ബിഗ് നോച്ചാണ് വരുന്നത്. സോ അതേപോലെ തന്നെ ഇത് ബെസൽലെസ് അല്ല, ഡിസ്പ്ലേ ബെസൽ നല്ല വലുതാണ്. സോ അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ബെസൽസ് കുറച്ച് വലുതാണ്. അതേപോലെ IR കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ഫേസ് ഡിറ്റക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നൈറ്റിൽ പോലും നമ്മൾ ഇരുട്ടത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കിയത് ജസ്റ്റ് ഭയങ്കര സ്പീഡ് കാണും. എനിക്കത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്പീഡാണ് അതിൻ്റെ ഫേസ് ലോക്ക്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സെക്യൂരിറ്റി പക്ക കിടിലമാണ്. അതേപോലെ തന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ്, അതും നല്ല സ്പീഡ് തന്നെയാണ്. സ്പീഡിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമിന് നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ പറ്റിയ ഒരു ക്യാമറയാണ്. ഭയങ്കര ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിൽ 1080p റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, 720ലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. റിയർ ക്യാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാം സെറ്റപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ അവർ ഫ്ലാഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 ഫ്ലാഷ് വരുന്നുണ്ട്, 2 LED ലൈറ്റ് വരുന്നുണ്ട്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡുവൽ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ഓട്ടോ ഫോക്കസിനെ പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓട്ടോ ഫോക്കസ് ഈ എന്താ പറയുക, പക്ക കിടിലുമാണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി നമ്മൾ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഫോക്കസ് അവിടെ പിടിക്കുന്നതായിരിക്കും. സോ അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഡിറ്റക്റ്റ് ചെയ്യും ഫോക്കസ്, കാരണം ഇതിൽ ഡുവൽ AI കൊടുത്തിട്ടുണ്ട്. സോ ഡുവൽ AIയുടെ ഒരു കിടിലം ഓട്ടോ ഫോക്കസ് പിക്സൽ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. 12+5 എന്ന 2 ക്യാമറാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 MBയുടെയും 5 MBയുടെ ഒരു 2 ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇപ്പോഴത്തെ ഫോണിലും 2, 3, 4 ക്യാമറയൊക്കെ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ലോണം അത് നിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് ബാക്കിൽ 4K at 30 frames per second റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബട്ട് EIS അതിൽ അവൈലബിൾ അല്ല. 1080pയിൽ മാത്രമേ EIS വരുന്നുണ്ടോ. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം അതൊക്കെ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കാരണം 4Kയിൽ നമുക്ക് EIS OIS ഒന്നും വരുന്നില്ല. ബട്ട് 1080pയിൽ നമുക്ക് വരുന്നുണ്ട്. 1080pയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ലോ മോസ് ഹൈലൈറ്റ് ആണ് എനിക്ക് നല്ലോണം കിടിലായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്ലോ മോഷൻ നമുക്ക് 960p at 1080യിൽ എടുക്കാം. അതേപോലെ തന്നെ 120 at 1080യിൽ എടുക്കാം. 240 at 1080യിൽ എടുക്കാം. സോ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരു മൊബൈലിൽ ഇത് 3ഉം 1080pയിൽ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ സാമ്പിൾസും ഉൾപ്പെടുത്തി ഇതിലങ്ങനെ വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോക്കോ F1നെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് അൺബോക്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷനുകൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ടെക് പ്ലസ് എവരിത്തിങ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.